ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് കൊറാനി പാർക്കിൽ പോവാണ്. ദുബായിലാണ് ആ പാർക്ക് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ നല്ല എക്സൈറ്റഡ് ആണ് പോകാനായിട്ട്. കാരണം നമ്മൾ വീഡിയോസിലൊക്കെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ നിങ്ങളെ കാഴ്ചകൾ അവിടുത്തെ. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. നമസ്കാരം ഗൈസ്, നമ്മളപ്പോൾ അങ്ങനെ ഖുറാനി പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ഖുറാനി പാർക്കിലെ രണ്ട് സവിശേഷ സ്ഥലങ്ങളാണ് ഉള്ളത്. ഇതിൽ ഒന്നാമത്തെ ഗ്ലാസ് ഹൗസ്, രണ്ടാമത്തെ മിറാക്കിൾ കേവ്. നമ്മൾ മെയിൻ എൻട്രൻസിൽ നിന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ ഇതുമാതിരി വിശാലമായ ഒരു പാർക്കാണ്. പാർക്കിൻ്റെ രണ്ട് സൈഡിലായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ ഇങ്ങനെ നടന്നു പോകാം. ഇടയ്ക്ക് ഇങ്ങനെ സീറ്റുകളൊക്കെ ഉണ്ട് വിശ്രമിക്കാനായിട്ട്. ഇപ്പോൾ ഈ പാർക്കിനുള്ളിൽ കയറാനായിട്ട് നമുക്ക് ഫീസൊന്നും വേണ്ട. ഈ ഗ്ലാസ് ഹൗസിൽ കയറാനായിട്ടും മിറാക്കിൾ കേവിൽ കയറാനായിട്ടും ഫീസ് ഉണ്ട്. ഗ്ലാസ് ഹൗസിൽ കയറാനായിട്ട് 5 ദിറംസ്, മിറാക്കിൾ കേവിൽ 5 ദിറംസ്. നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് എടുക്കാം ടിക്കറ്റ്. അവിടെ നിന്ന് എത്ര പേർക്കാണ് ടിക്കറ്റ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഈ ടിക്കറ്റ് കൗണ്ടറുണ്ട്. നമ്മളിതുപോലെ ടിക്കറ്റ് സെലക്ട് ചെയ്യുക, എത്ര പേരാണ് മെമ്പേഴ്സിന് സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് കാർഡ് ഓപ്ഷനോ ക്യാഷ് ഓപ്ഷനോ ഉണ്ട്. അവിടെ നിന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ടിക്കറ്റ് വരും. നമ്മൾ ശ്രീരാജിൻ്റെ ഫാമിലി കൂടി ഒരുമിച്ചാണ് പോയത്. നമ്മുടെ സെയിം ബിൽഡിങ്ങിൽ തന്നെ താമസിക്കുന്നവരാണ്, തൃശ്ശൂർക്കാർ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. 2 വണ്ടിയിലായിട്ടാണ് പോയത്. ഇവിടെ നിന്ന് ഷാർജയിൽ നിന്ന് ഒരു അരമണിക്കൂർ യാത്രയുള്ളൂ ഇവിടേക്ക്. അപ്പോൾ നമ്മൾ ഈ ടിക്കറ്റ് എല്ലാം എടുത്ത് നമ്മൾ ഗ്ലാസ് ഹൗസിൻ്റെ എൻട്രൻസിലേക്ക് അങ്ങനെ കയറാണ്. ഇപ്പോൾ ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിൽ കയറുമ്പോഴായാലും നമുക്ക് മിറാക്കിൾ കേവിൻ്റെ ഉള്ളിൽ കയറുമ്പോഴായാലും നമുക്ക് കൊണ്ടുവന്ന സൈക്കിളോ അല്ലെങ്കിൽ ചെറിയ ബോളോ എന്തെങ്കിലും കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പുറത്തെ എൻട്രൻസിൻ്റെ അവിടെ വെക്കണം, എന്നിട്ടാണ് ഉള്ളിൽ കയറാനായിട്ട്. ഈ ഗ്ലാസ് ഹൗസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുറാനിൽ പരാമർശിച്ചിരിക്കുന്ന 51 തരം സസ്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വളർത്തുന്നുണ്ട്. ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ പിന്നെ ആളുകൾ ഫോട്ടോ എടുത്ത് തുടങ്ങും. ഫോട്ടോഗ്രാഫിയാണ് ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് നടക്കുന്നത്. കാരണം എല്ലാവരുടെയും അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനും നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അവിടെ ഇരിക്കാനുള്ള ചെറിയ ചെറിയ പ്ലേസുകളുണ്ട്. അപ്പോൾ അതുപോലെ ഇതിനുള്ളിൽ വെച്ചാൽ ഏകദേശം ഒരു 12 തോട്ടങ്ങളാണ്, ഹരിത ഗുഹകൾ, അങ്ങനെ പ്രത്യേക രീതിയിലാണ് ഇതിൽ സെറ്റ് ചെയ്തേക്കണവർ. അത് പ്രത്യേക അതിൻ്റെ കാലാവസ്ഥയും അതിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്തേക്കാണ് ഇത്തരം സസ്യങ്ങൾ വളരാനായിട്ട്. അതിൽ മെയിനായിട്ട് വരുന്നത് വാഴപ്പഴം, മാതള നാരങ്ങ, ഒലിവ്, തണ്ണിമത്തൻ, മുന്തിരി, അത്തിപ്പഴം, വെളുത്തുള്ളി, ലീക്ക്, ഉള്ളി, ചോളം, പയർ, ഗോതമ്പ്, ജീരകം, ഇഞ്ചി, ഈത്തപ്പഴം, തുളസി, മത്തങ്ങ, വെള്ളരി എന്നിവ. അങ്ങനെ പ്രത്യേക ഓരോരോ ഏരിയ തിരിച്ചിട്ടാണ് ആ തോട്ടങ്ങൾ ഇങ്ങനെ ക്രമീകരിച്ചേക്കണം അവിടെ. പിന്നെ ചെറിയൊരു ഫൗണ്ടൻ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് അതിൻ്റെ ഉള്ളിൽ കയറി. ഒരു പ്രത്യേക അനുഭവമാണത്. നമ്മൾ സമ്മർ സീസണിൽ പോകുകയാണെങ്കിലും ഈ ക്ലൈമറ്റ് ഇതേ രീതിയിലായിരിക്കും ഈ ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിൽ. അങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിനുള്ളിൽ തന്നെ ചെറിയൊരു കഫ്റ്റീരിയ ഉണ്ട്, അതുപോലെ ടോയ്ലറ്റ് സംവിധാനമുണ്ട്, പ്രെയർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ ഈ ഓരോ സസ്യങ്ങളുടെയും അവിടെ ഒരു ചെറിയ പ്ലക്കാർഡ് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ, ഇതിൻ്റെ ആവശ്യകത, ഈ സസ്യങ്ങളുടെ ഗുണങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ, ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന വിശേഷങ്ങൾ എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും അവിടെ ബോർഡുണ്ട്. ഇതൊരു 2-3 നിലകളായിട്ടാണ്, തട്ടായിട്ടാണ് നമ്മളിങ്ങനെ കയറി പോകുന്നത് കേട്ടോ. ബാൽക്കണിയൊക്കെ പോലെ ഒരു നല്ലൊരു രസമാണ്. അതിൽ കൂടെ നടക്കാനുള്ള വഴികളൊക്കെ സെറ്റ് ചെയ്തേക്കണവർ. മുതിർന്നവരെ പോലെ തന്നെ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. കാരണം ഇവർക്കും ഇതിനെപ്പറ്റി ഒരു അവബോധം സൃഷ്ടിക്കാൻ നല്ലതാണ്. സസ്യങ്ങൾ വളർത്താനും പരിപാലിക്കാനും ഉള്ളൊരു താല്പര്യം കൂടി വളർത്താം, അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട് ഇത്. നമ്മൾ പോയ സമയം കറക്റ്റായിരുന്നു. കാരണം ഒരു 4 മണി 5 മണിയൊക്കെ സമയത്ത് എത്താണെങ്കിൽ അതിൻ്റെ നൈറ്റുള്ള വ്യൂവും കൂടി നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റും. കാരണം നൈറ്റുള്ള ലൈറ്റിങ്, പുറത്തേക്കുള്ള ലൈറ്റിംഗ് സംവിധാനമൊക്കെ അടിപൊളിയാണ്, ഭയങ്കര രസമാണിത്. അപ്പോൾ അത് ആ സമയത്തൊക്കെ പോകുമായിരിക്കും നല്ലത്. എപ്പോഴും എവിടെ നോക്കിയാലും ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫിയാണ് എല്ലാവരും. ഇതിൽ ഫോട്ടോ ഷൂട്ടാണ് കൂടുതൽ നടക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഇതിൽ ട്രെൻഡ് അങ്ങനെയാണല്ലോ. എവിടെ പോയാലും കാഴ്ചകൾ ശരിക്കും ആസ്വദിച്ച് കാണാനും കൂടുതൽ വീഡിയോ ഫോട്ടോ എടുത്ത സമയം കളയാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതും ഇവിടെ നടക്കുന്നുണ്ട്. സ്വാതിയൊക്കെ നല്ല രീതിയിൽ വീഡിയോ എടുക്കുന്നുണ്ട്. അമ്മ ഇതെന്താ ഗ്ലാസ് ഹൗസ് അല്ലേ ഇത്? എങ്ങനെയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ? അടിപൊളിയാണ്, വിശാലമായ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് ഫുൾ പച്ചപ്പാണ്. ചിലത് മാത്രം
മരങ്ങളൊക്കെ ആർട്ടിഫിഷ്യലാണ് ഗൈസ്. ചിലത് മാത്രം ഒറിജിനലുള്ളൂ. താഴെയുള്ള ചില ചെടികൾ മാത്രം, ബാക്കിയെല്ലാം ആർട്ടിഫിഷ്യലാണ്. പക്ഷെ എന്നാലും കാണാൻ കണ്ണിനൊരു കുളിർമയാണ് അല്ലേ. നമ്മളപ്പോൾ ഗ്ലാസ് ഹൗസിലെ കാഴ്ചകൾ കണ്ട് പുറത്തേക്ക് ഇറങ്ങാണ്. അടുത്ത ലക്ഷ്യം നമ്മൾക്ക് മിറാക്കിൾ കേവിലേക്കാണ്. മിറാക്കിൾ കേവിലേക്ക് ഒരു ചെറിയ വഴിയുണ്ട്. ആ പാതയിൽ കൂടെ പോകണം. കുറച്ച് ഒരു പ്രത്യേക റൂട്ട് ആകുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാണാതെ ആ വഴി എങ്ങനത്തെയാണ്. ഖുറാനി പാർക്കിലെ ഏറ്റവും സവിശേഷതയാർന്ന ഒരു വഴി കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക് നടുകെ മുറിച്ചിട്ട് അതിനുള്ളിൽ കൂടെ ഒരു വഴി വെട്ടിയേക്കാണ്. ആ വഴി കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മോസസ് ലേക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അറിവുകളാലേ അരിവുകളാലേ പൂമഴ പോലെ മണ്ണിൽ നീലനിലാവിൻ പൊന്നലയാലേ നാദലയങ്ങൾ കാലം അറിവുകളാലേ അരിവുകളാലേ പൂമഴ പോലെ. മിറാക്കിൾ കേവിൻ്റെ എൻട്രൻസിൽ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു ബാച്ച് ആയിട്ടാണ്. കുറച്ച് പേർക്കാണ് അവിടെ സൗകര്യമുള്ളത്. അപ്പോൾ അവർ അങ്ങോട്ട് കടന്നു പോയിട്ടാണ് അടുത്ത ബാച്ചിലേക്ക് ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ. കാലം അറിവുകളാലേ അറിവുകളാലേ പൂമഴ പോലെ മണ്ണിൽ നീലനിലാവിൻ പൊന്നലയാലേ നാദലയങ്ങൾ വരദായകമായി സ്വരസാഗരമായി ജനിമോക്ഷവുമായി പുതുജീവനുമായി നീഴൽ പോലെ അഴലാലേ വെയിൽ നീളേ പദയാത്ര നീഴൽ പോലെ അഴലാലേ. മിറാക്കിൾ കേവിലെ അത്ഭുതങ്ങൾ കണ്ടങ്ങനെ നമ്മളവിടെ പുറത്തേക്ക് ഇറങ്ങാണ്. ഇതിൽ ഉള്ളിലത്തെ ഉള്ള അനുഭവങ്ങൾ നിങ്ങൾ നേരിട്ട് തന്നെ അനുഭവിച്ചറിയേണ്ടി വരും. അതിൻ്റെ ഒരുപാട് സവിശേഷതകളുണ്ട് ഉള്ളിൽ. അത് വിവരിക്കാൻ പറ്റില്ല. നിങ്ങളത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. തിരിച്ചിറങ്ങിയിട്ട് നമ്മളൊരു 6:30-7 മണിയൊക്കെ സമയമായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ലൈറ്റിങ് കണ്ടല്ലേ. നമ്മൾ വന്ന ഒരു വഴി തിരിച്ചു പോയപ്പോഴുള്ള വ്യൂ അടിപൊളിയായിരുന്നു. ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ കാറിൻ്റെ അടുത്തേക്ക് നടക്കാനായിട്ട് ദൂരമുണ്ട്. പക്ഷെ നമുക്ക് ഈ വഴി കൂടെ തന്നെയല്ലേ പോയേ പറ്റൂ. ആൻഡ് നമുക്ക് വേണമെങ്കിൽ സൈഡിൽ കൂടെ പോവാം. പക്ഷേ ഈ വ്യൂ, രാത്രിയിലെ വ്യൂ കാണാനായിട്ടാണ് നമ്മൾ ഇതുവഴി പോയത്. നമുക്ക് ഗൈസ് നല്ല സൗണ്ടാണ് വെള്ളം വീഴുമ്പോൾ. അപ്പോൾ നമുക്ക് നടക്കാം. മിറാക്കിൾ കേവിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണിത്. ഇത് ഏകദേശം ഒരു 150 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പാർക്ക്. ഇതുമാതിരി ദുബായ് ഗവൺമെൻറ് ഇതുപോലെ ഒരുപാട് പാർക്കുകൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പ്രവാസികൾക്കും സ്വദേശികൾക്കുമായിട്ട് കുട്ടികൾക്ക് കളിക്കാനും വിശ്രമിക്കാനും നല്ലൊരു സൗകര്യം ചെയ്യുന്നത്. കാരണം ഇത് ഫുൾ ഫ്രീ ആണല്ലോ എൻട്രി. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരമൊക്കെ വിശ്രമിച്ച് കളിച്ചിങ്ങനെ പോകുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.